ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ സായാഹ്ന വേളയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്കുയർത്താം. ദിവസത്തിൻ്റെ തിരക്കുകളും ക്ഷീണവും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ നിരാശകളും എല്ലാം ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം സങ്കീർത്തന പുസ്തകം 103 അധ്യായം 13 വാക്യമാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തിൽ ദൈവഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവത്തെ ഒരു കഠിനനായ ന്യായാധിപതിയായിട്ടല്ല, സ്നേഹനിധിയായ ഒരു പിതാവായിട്ടാണ് രാജാവും നബിയനുമായ സങ്കീർത്തനക്കാരൻ ദാവീദ് ഇവിടെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഒരു നല്ല പിതാവ് തൻ്റെ മകൻ്റെ തെറ്റുകൾ മാത്രം കാണുന്ന ഒരു പിതാവല്ല. അവൻ്റെ മുറിവുകളും അവൻ്റെ കണ്ണുനീരും അവൻ്റെ ഭയങ്ങളും അവൻ്റെ ബലഹീനതകളും ഒക്കെ കാണുവാൻ സാധിക്കുന്ന ഒരു പിതാവാണ്. മകൻ വീഴുമ്പോൾ അവനെ തള്ളിക്കളയുന്നില്ല, മറിച്ച് അവനെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു പിതാവ്. മകൻ കരയുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടിയടുക്കുന്ന ഒരു പിതാവ്. അതാണ് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കരുണ. പ്രിയ ദൈവമക്കളെ, ഇന്നൊരു പക്ഷേ നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം, ജീവിത ഭാരങ്ങളാൽ അവ നിങ്ങളെ തളർത്തിയിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ ഉത്തരമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചില തെറ്റുകൾ നിങ്ങളെ കുറ്റബോധത്തിലേക്ക് ആഴ്ത്തി ഇറക്കിയിരിക്കാം. എന്നാൽ ഇന്നത്തെ ഈ വചനം നമ്മോട് പറയുന്നു, ദൈവം നിങ്ങളുടെ തെറ്റുകളേക്കാൾ നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവമാണ്. നിങ്ങളുടെ പാപങ്ങളേക്കാൾ നിങ്ങളുടെ പശ്ചാത്താപം കാണുന്നു. നിങ്ങളുടെ ബലഹീനതകളേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നിങ്ങൾക്കുള്ളത്. ദൈവത്തിൻ്റെ കരുണ ശിക്ഷയിൽ ആരംഭിക്കുന്നില്ല, സ്നേഹത്തിലാണ് ദൈവത്തിൻ്റെ കരുണ ആരംഭിക്കുന്നത്. നാം എത്ര പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും അവിടുന്ന് നമ്മെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. കാണാതായ ആടിനെ അന്വേഷിച്ച ഇടയനെ പോലെയും മടങ്ങി വരുന്ന മകനെ കാത്തുനിന്ന ഒരു പിതാവിനെ പോലെയും ദൈവം ഇന്നും ഓരോ ആത്മാവിനെയും കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം ചിന്തിക്കും, ദൈവം എന്നെ മറന്നുപോയോ? ഇല്ല, ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ മറക്കുന്നില്ല. നാം അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാതിരിക്കാം, എന്നാൽ അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഇരുട്ടിലൂടെ നയിക്കുന്ന വെളിച്ചം പോലെ, നിശബ്ദതയിൽ ആശ്വാസം നൽകുന്ന ഒരു പിതാവിനെ പോലെ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ അത് വെറും വികാരമല്ല, അത് പ്രവർത്തനമാണ്. അവിടുന്ന് ക്ഷമിക്കുന്നു, സൗഖ്യം നൽകുന്നു, ആശ്വസിപ്പിക്കുന്നു, പുതിയ തുടക്കം നൽകുന്നു. വീണവനെ അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടവന് അവൻ പ്രത്യാശ നൽകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, അവിടുത്തെ അനന്തമായ കരുണ കൊണ്ടാണ്. അതിനാൽ ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം ദൈവ മുൻപാകെ തുറന്നു നൽകാം. നമ്മുടെ മുറിവുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ കുടുംബ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, ഇവയെല്ലാം ദൈവപിതാവിൻ്റെ പാദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കാരണം അവിടുന്ന് കരുണയുടെ ഉറവിടമാണ്. പ്രിയ ദൈവ പൈതൽ, പ്രിയരെ, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ഒരാൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാൻ
കഴിയണം. അതിനുവേണ്ടി നാം തയ്യാറാകണം. അത് നാം പഠിക്കണം. നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സഹായം ആവശ്യമുള്ളവരുടെ അടുക്കലേക്ക് നാം പോകണം. അതാണ് ക്രിസ്തുവിൻ്റെ വഴി. കരുണ ലഭിച്ചവർ കരുണയുടെ സാക്ഷികളാകണം. ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ശക്തരായ മനുഷ്യരെയല്ല, കരുണയുള്ള മനുഷ്യരെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കരുണ വളരട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കരുണയോട് പെരുമാറട്ടെ. മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തോട് നയിക്കട്ടെ. മക്കൾ മാതാപിതാക്കളെ ആദരിക്കുന്നവരായി തീരട്ടെ. സമൂഹത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിക്കുവാൻ സംഗതിയാകണം. ഈ ദിവസത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമുക്കൊരു ആത്മപരിശോധന നടത്താം. ഞാൻ ഇന്ന് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ആരോടെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ തിരികെ വരാം. ദൈവം കാത്തിരിക്കുന്നു. അത് ശിക്ഷിക്കുവാനല്ല, ആലിംഗനം ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, പുതുക്കുവാൻ, അനുഗ്രഹിക്കുവാൻ. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിശബ്ദമായി പറയൂ, കർത്താവേ, ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്. എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കണമേ. എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. പാപികൾക്ക് മനസാന്തരം നൽകണമേ. മരിച്ച വിശ്വാസികൾക്ക് നിത്യവിശ്രമം നൽകണമേ. നമുക്ക് വിശ്വാസത്തോടെ ഓർക്കാം, അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവിന് ഇന്നും നമ്മോട് കരുണ തോന്നുന്നു. ആ കരുണ നമ്മെ സംരക്ഷിക്കട്ടെ. ആ കരുണ നമ്മെ നയിക്കട്ടെ. ആ കരുണ നമ്മുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കട്ടെ. ഈ രാത്രി ദൈവ സാന്നിധ്യത്തിൽ ശാന്തമായി വിശ്രമിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.